ധർമ്മശാസ്താവ്. വിഷ്ണുവിന്റെയും മോഹിനിയായ അവതാരത്തിൽ ശിവന്റെയും പുത്രനായ ശാസ്താവ് ഭഗവാൻ ശാസ്താവിന്റെയും അയ്യനാരുടെയും രൂപത്തിൽ തമിഴ്നാട്ടിലുടനീളം ആരാധിക്കപ്പെടുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളിലും ശാസ്താവിനെ വിവാഹം കഴിച്ച് പൂർണ്ണയെയും പുഷ്കലയെയുമായി കണക്കാക്കുന്നു. അയ്യപ്പൻ അഥവാ മണികണ്ഠൻ ഭഗവാൻ ശാസ്താവിന്റെ അവതാരവും നിളത്തെ പാണ്ഡ്യരാജാവിന്റെ ദത്തുപുത്രനായി ജീവിച്ചിരുന്നവനും നിത്യബ്രഹ്മചാരിയായിരുന്നു. നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നവൻ. അറിവും സമാധാനവും പ്രസംഗിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർത്ത് നമ്മെ ധർമ്മത്തിലേക്ക് നയിക്കുന്നു. രക്ഷയുമായുള്ള നമ്മുടെ ലയന താലം നമ്മെ അനുഗ്രഹിക്കുന്നു. ശനിമൂൽ നേരിടുന്ന അസ്വസ്ഥകളമില്ലാതാക്കുന്നു. അഗ്നിനാഭിതവാസി റുമത്യാഭിതവാസി ശബരിമല സന്നിധാനത്തെ ഈ ശാസ്താവിനെക്കുറിച്ചെല്ലാ അയ്യപ്പ ഭക്തർക്കും അറിയാം. ഭഗവാൻ ശ്രീധർമ്മ ശാസ്താവ് ഒരു ബ്രഹ്മചാരിയാണ്. എന്നിരുന്നാലും മുനവതാരത്തിൽ ശാസ്താവിന്റെ അയ്യപ്പാവതാരത്തിന് മുമ്പ് തന്നെ തന്റെ രണ്ട് ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരോടൊപ്പം കാന്ത്മാലയിൽ താമസിച്ചിരുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരത്തെ നമുക്ക് ഇവിടെ പരാമർശിക്കാം. പരശുരാമൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിരുന്നു. രാമനായി അവനേക പത്നിവ്താരിയായിരുന്നു. കൃഷ്ണനായി ഗോപികയ്ക്കൊപ്പം രാസ്ലീല ചെയ്തു. അതുപോലെ ശാസ്താവിന്റെ ഒരു ഭാവമയ്യപ്പനായി ബ്രഹ്മചര്യം സ്വീകരിച്ചു. ശാസ്താവിനും മണികാന്തിനും ഇടയിൽ ഒരു വേറിട്ട രേഖ ആവശ്യമാണ്.